بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الله سبحانه وتعالى നമ്മളെ സൃഷ്ടിച്ചത് വെറുതെ അല്ല, മറിച്ച് നമ്മളിലേക്ക് റസൂലിനെ അയച്ചിട്ടുണ്ട്. ആരാണോ റസൂലിനെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആരാണോ അദ്ദേഹത്തെ ധിക്കരിച്ചത് അവൻ നരകത്തിൽ പ്രവേശിക്കും. എന്താണ് അതിനുള്ള തെളിവ്? അയ്യോ എന്താണ് വബീല എന്ന് പറഞ്ഞാൽ? അഖ്ദൻ വബീല. വബീല എന്താണ്? ശക്തിയായ, ഷദീദൻ. ഷദീദൻ. തയ്യിബ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, നീ അറിയൽ നിർബന്ധമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്ന, അവനോടുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കുന്ന ഒന്നും തന്നെ തൃപ്തിപ്പെടുകയില്ല, പങ്കു ചേർക്കാൻ തൃപ്തിപ്പെടുകയില്ല. അതിനി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മലക്കായിരുന്നാലും അള്ളാഹു അയച്ചിട്ടുള്ള നബിയായിരുന്നാലും. അതിനുള്ള തെളിവ് എന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അതിനാൽ ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അൽ-അല്ലാമ അൽ-ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ മസ്അല ഒന്നാമത്തെ മസ്അലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്അലയാണ്. എന്തുകൊണ്ടെന്നാൽ ഒന്നാമത്തേത് ഇബാദത്ത്, അള്ളാഹുവിനെ ഇബാദത്ത് ആരാധിക്കൽ വാജിബാണ് എന്നതിനുള്ള തെളിവാണ്. എന്താണത്? എന്താണ് ഒന്നാമത്തത്? അന്നല്ലാഹ ഖലഖനാ വറസഖനാ വലം യത്രുക്നാ ഹമല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് റിസ്ക് നൽകി. എന്താ തിരിച്ചു ചെയ്യാനുള്ളത്? നമുക്ക് ജീവിതം തന്നു. അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണുള്ളത്? ആർക്കാണ് ഒരു ജീവിതം ഒരാൾക്ക് നൽകാൻ പറ്റുക? ഒരാൾക്കും നൽകാൻ പറ്റില്ല. നമുക്ക് അവയവങ്ങൾ തന്നു. ആർക്കാണ് നൽകാൻ പറ്റുക? ഒരാൾക്കും തരാൻ പറ്റില്ല. നമുക്ക് റിസ്ക് നൽകി. ആർക്കാ തരാൻ പറ്റുക? ഒരാൾക്കും തരാൻ പറ്റില്ല. എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ നിന്നാണ്? അള്ളാഹു തന്നതാണ്. ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്ത് നിങ്ങൾക്കൊരു നിഅമത്തുണ്ടോ അതൊക്കെ അള്ളാഹു. എന്നിട്ട് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് എന്താണ്? മാ ഉരീദു മിൻകും മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരിൽ നിന്ന് ഞാൻ റിസ്ക് പ്രതീക്ഷിക്കുന്നില്ല, അവരെനിക്ക് എന്തെങ്കിലും ഉപജീവനാക്കി തരണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, അവരെനിക്ക് ഭക്ഷണം നൽകണ്ട. മറിച്ച് ഇന്നല്ലാഹു ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹുവാണ് റസാഖ്, അവനാണ് ഏറ്റവും ശക്തിയുള്ളവൻ. അങ്ങനെ ഇരിക്കെ അവരിൽ നിന്നും എന്തെങ്കിലും റിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ട. പിന്നെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? അതിനു മുമ്പ് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, വേറെ ഒന്നും ചോദിച്ചില്ല. ഇതൊക്കെ നൽകിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ആകെ ചോദിച്ച ഇബാദത്ത് മാത്രം. അപ്പൊ പിന്നെ അത് വാജിബല്ലാതെ പിന്നെന്താണ്? അത് നിർബന്ധമാണെന്ന് വേറെ എന്താണ് അതിൽ മനസ്സിലാക്കാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, അല്ലദീ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ വഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ആരാധിക്കണം നിങ്ങളുടെ റബ്ബിനെ. എങ്ങനെയുള്ളവനാണ്? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളുടെ മുന്നുള്ള സൃഷ്ടിച്ചവനാണ്. എന്തേ ആരാധിക്കേണ്ട കാരണം? ആരാധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. പക്ഷേ താഴത്ത് നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. ഭൂമി അവൻ ഉരുപ്പാക്കി തന്നു. വസ്സമാഅ ബിനാഅൻ. ആകാശത്തെ അവൻ മേൽപ്പുരയാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ. ആകാശത്തു നിന്നും വെള്ളമിറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. എന്നിട്ട് അതുകൊണ്ടോ റിസ്ഖായിക്കൊണ്ട്, നിങ്ങൾക്ക് ഉപജീവനമായിക്കൊണ്ട് സമറാത്തുകൾ പുറപ്പെടുവിപ്പിച്ചു തന്നു. ആരാ ആപ്പിൾ ഉണ്ടാക്കിയത്? ആര് കണ്ടുപിടിച്ചതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയതാണ്. ഏത് ഫലമായ കാര്യങ്ങളും അള്ളാഹു ഇറക്കിയ മഴയിൽ നിന്നും
ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് തന്നു. അപ്പോൾ അങ്ങനെയുള്ള റബ്ബിനെ ആരാധിക്കാനല്ലാതെ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്ത് അള്ളാഹുവിനെ ഒരു സമന്മാരെ ഉണ്ടാക്കരുത്. ആരാധിക്കുക എന്നത് മാത്രമല്ല, അവനെപ്പോലെ ഒന്നുണ്ട് അല്ലെങ്കിൽ അവനെപ്പോലെ മറ്റൊരാളെ പരിഗണിക്കുക, ഇതും പാടില്ല. അവനെപ്പോലെ ഒരു മലക്കിനെ പരിഗണിക്കാൻ പാടില്ല, ഒരു നബിയെ പരിഗണിക്കാൻ പാടില്ല, നബിമാരുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെയും പരിഗണിക്കാൻ പാടില്ല. കാരണം അവരൊക്കെ ആരാണ്? അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംഭവം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദെന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുറിച്ച് പറഞ്ഞതാണ് അബ്ദുല്ലാഹി വ റസൂൽ, ഞാൻ അള്ളാഹുവിൻ്റെ അബ്ദാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമാണ് ആർക്ക് നൽകിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ആ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നബിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? തൻ്റെ അടിമയെ രാത്രി സഞ്ചാരം, ദാസനെ രാത്രി സഞ്ചാരം നടത്തിയ റബ്ബ് സുബ്ഹാന, അവൻ എന്തായിരിക്കുന്നു? അവൻ പരിശുദ്ധനായിരിക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികളിൽ വലിയൊരു പദവി എന്താണ്? അള്ളാഹുവിൻ്റെ ഷാക്കിറായ അടിമയാണെന്നതാണ്. അഫലാ അകൂന ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാകാൻ എനിക്കിഷ്ടമുണ്ടാവൂലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് എന്താവാനാണ്? നന്ദിയുള്ള അടിമയാകാൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫ്ദലായ സൃഷ്ടി പോലും അള്ളാഹുവിൻ്റെ ദാസനാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഏതെങ്കിലും ഒരു വിശേഷണത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ കിടപിടിക്കാൻ ഒരാളും ആയിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ആയിട്ടുള്ളത്? ഒരാളും ആയിട്ടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെ ദുആ ചെയ്യാൻ, ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇനം നൽകാൻ ഒരാളും ആയിട്ടില്ല. മറിച്ച് അവരെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്ന അടിമകളാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന അടിമകളാണ്. അള്ളാഹുവിനോട് എനിക്ക് പാപം പുറത്തു തരണേ എന്ന് പറയുന്ന അടിമകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അടിമകളോട് നമ്മൾ എന്ത് ദുആ ചെയ്യാനാണ്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒപ്പം വെക്കാൻ ഒരാളും ആയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ആയി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. واتباع الرسول صلى الله عليه وسلم وهو معنى الشهادتين معنى شهادة أن لا إله إلا الله وشهادة أن محمد رسول الله. والمسألة الثانية أن العبادة إذا خالطها شرك فإنها لا تقبل لأنه لا بد أن تكون العبادة خالصة لوجه الله عز وجل. أبندان هي بيان وجوب عبادة الله. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൽ വാജിബാണ് എന്ന ആ മസ്അല. വത്തിബാഇ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നാമത്തെ മസ്അലയുടെ ബാക്കി എന്താണ്? വലം യത്റുക്നാ അമലൻ ബൽ അർസല ഇലൈനാ റസൂലൻ വമൻ അതാഅഹു ദഖലൽ ജന്ന വമൻ അസാഹു ദഖലൻ നാർ. അപ്പോൾ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അനുസരിക്കാനും എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒന്നാമത്തെ മസ്അലയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാകുന്നു രണ്ട് ഷഹാദത്ത് കലിമയുടെ അർത്ഥങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ മസ്അല എന്താണ്? ആ മസ്അല എന്തെന്നാൽ ആ ഇബാദത്ത്, നേരത്തെ പറഞ്ഞ ആ ഇബാദത്ത്, ഒന്നാമത് പറഞ്ഞ ആ ഇബാദത്ത്, അതിൽ ശിർക്ക് കടന്നുകൂടിയാൽ അതെന്ത് ചെയ്യും? നശിച്ചു പോകും. ആ ഇബാദത്ത് പിന്നെ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇബാദത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അതിലൊന്നിനെയും പങ്കു ചേർക്കാൻ, വേറൊന്നിനു വേണ്ടി അത് ചെയ്യാൻ, വേറൊരാൾക്ക് വേണ്ടി അത് ചെയ്യാൻ നമുക്ക് അർഹതയില്ല. ആരാണോ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ വേറൊരാളെ കൂടെ ആരാധിക്കുകയും ചെയ്ത് അവൻ്റെ ഇബാദത്ത് ബാത്തിലാണ്. അവൻ്റെ ഇബാദത്ത് കണക്കിൽ കൂട്ടുകയില്ല. ആ ഇബാദത്ത് ഉണ്ട് എന്ന് ചെയ്തു എന്നത് ചെയ്യാത്തതുപോലെയാണ്. അത് വുജൂദുഹു കഅദമിഹി അല്ലെങ്കിൽ വുജൂദുഹ കഅദമിഹ. ആ ഇബാദത്ത് ഉണ്ട് എന്നത് ഇല്ലാത്തതുപോലെയാണ്. അത് കണക്കിൽ കൂട്ടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇബാദത്ത് എന്നത് ഉപകാരപ്പെടണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിലേ നടക്കൂ. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ ഇബാദത്ത് ഉപകാരപ്പെടൂ. എപ്പോഴാണോ ആ ഇബാദത്തിൻ്റെ കൂടെ ശിർക്ക് കയറുന്നത് അത് നശിച്ചു പോകും, ഫസാദായി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ളവരിലേക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്താണ് വഹി നൽകപ്പെട്ടിട്ടുള്ളത്? ലഇൻ അശ്റക്ത. ആരോടാണ് ഈ പറയുന്നത്? അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൃഷ്ടികളിൽ ഏറ്റവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, ലഇൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്താൽ എന്ത് ചെയ്യും? ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ ഖാസിരീങ്ങളുടെ കൂട്ടത്തിൽ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആരോടാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ റസൂലുള്ളാഹിനെ ആരാധിക്കുന്ന ഒരവസ്ഥ എന്താ? ആ റസൂലുള്ളാഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംസാരം എന്താണ്? നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകും എന്ന് പറയപ്പെട്ട ആളോട് ദുആ ചെയ്യുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അത് അതിനേക്കാൾ അപകടമായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ, വലൗ അശ്റകൂ, അവർ ശിർക്ക് ചെയ്താൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തു കൂട്ടിയതെല്ലാം പൊളിഞ്ഞു പോകും, അതെല്ലാം നാശമായി പോകും, ഒരു ഉപകാരം ഉണ്ടാവില്ല. ശിർക്ക് ചെയ്യുന്ന ആൾ എത്ര തസ്ബീഹ് ചൊല്ലിയിട്ടും തഹ്മീദ് ചൊല്ലിയിട്ടും തഹ്ലീൽ ചൊല്ലിയിട്ടും ഒന്നും ഒരു കാര്യമില്ല. ശിർക്ക് ചെയ്താൽ എല്ലാം പൊളിഞ്ഞു പോകും. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. ചില ആളുകൾ അവർ കാട്ടിൽ പോയി ഇബാദത്ത് ചെയ്യുന്നു, നാട്ടിൽ വന്ന് ഇബാദത്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ പറയാത്ത ഇബാദത്തുകൾ ബിദ്അത്തുകൾ ചെയ്യുന്നു, പലതും ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷേ ബിദ്അത്ത് ചെയ്താൽ ഗുണം ഉണ്ടാവുന്നല്ല ഈ പറയുന്നത്. മറിച്ച് പല ഇബാദത്തുകളിലായിക്കൊണ്ട് ഉറക്കമുളച്ചുകൊണ്ടും ഒക്കെ പലതും ചെയ്യുന്നവരുണ്ട്, കാട്ടിക്കൂട്ടുന്നവരുണ്ട്. ആളുകൾ അവരെ ഔലിയാക്കളെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ടോ അതിൻ്റെ കൂടെ ഷിർക്കും ചെയ്യും, ബിദ്അത്തും ചെയ്യും, കൂട്ടത്തിൽ അള്ളാഹ്ക്കുള്ള ഇബാദത്തുകളും ചെയ്യും. ആ ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ഉപകാരവും ചെയ്യുകയില്ല. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളല്ല, പിന്നെയോ അവർ ശൈത്താൻ്റെ ഔലിയാക്കളാണ്. പക്ഷെ ആരുടെ ഔലിയാക്കൾ? ശൈത്താൻ്റെ ഔലിയാക്കൾ. കുറേ പ്രവർത്തിക്കുന്നു എന്നതല്ല കാര്യം, മറിച്ച് സ്വീകാര്യയോഗ്യമായത് പ്രവർത്തിക്കുക. ശിർക്ക് ചെയ്യുന്നവൻ്റെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല. അവൻ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അവൻ്റെ കഷ്ടപ്പാടുകൾ വെറുതെ പാറിപ്പറക്കുന്ന കാറ്റത്ത് അല്ലെങ്കിൽ അടിച്ചു വീശുന്ന കാറ്റത്ത് വെച്ച ചാരം പോലെയാണ്. അത് പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരവും എടുക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഇബാദത്ത് എന്നത് തൗഹീദില്ലാതെ ഇബാദത്ത് എന്ന് വിളിക്കപ്പെടൂല. ഏതുപോലെ നിസ്കാരം തഹാറത്തില്ലാതെ നിസ്കാരം എന്ന് വിളിക്കപ്പെടാത്തതുപോലെ ഷിർക്ക് അത് ഇബാദത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും ആ ഇബാദത്തിനെ. ഏതുപോലെ തഹാറത്ത്, അതിലേക്ക് ഒരു നാഖദ്, തഹാറത്ത് മുറിക്കുന്ന, wudu മുറിക്കുന്ന ഒരു വിഷയം കയറിയാൽ അതെന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും എന്നതുപോലെ തന്നെ. അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിൽ തന്നെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കുകയും അതുപോലെ തന്നെ ഷിർക്കിനെ തൊട്ട് വിരോധിക്കുകയും ചെയ്തു, ഒരുമിപ്പിച്ചു. തന്നെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ച ഷിർക്കിനെ വിരോധിക്കുന്ന ആ രണ്ട് കൽപ്പനകളെയും ഒരുമിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, ഷിർക്ക് ചെയ്യരുത്.
പങ്കു ചേർക്കരുത്. ഇബാദത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്താൽ ഇബാദത്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ, അവരോട് കൽപ്പിക്കപ്പെട്ടുള്ളത് ഇബാദത്ത് ചെയ്യാനാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ? മുഖ്ലിസീൻ, ഇഖ്ലാസ് ഉള്ളവരായിക്കൊണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിക്കൊണ്ട്, ഒരാളെയും പങ്കു ചേർക്കാതെ. പങ്കു ചേർത്താൽ പിന്നെ ഇബാദത്ത് ഒരു ഉപകാരമില്ല, അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഒരു റസൂലിനെ അയച്ചിട്ടില്ല എങ്ങനെയല്ലാതെ ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ലെന്ന് അവർക്ക് വഹി നൽകിയിട്ടല്ലാതെ ഒരു നബിയെയും പറഞ്ഞയച്ചിട്ടില്ല. അപ്പോൾ ഈ ശിർക്ക് ചെയ്യുന്നതിന് മലക്കായാലും നബി ആയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സാമീപ്യം സിദ്ധിച്ച അൽ മലക്കുൽ മുഖറബ്, ഏറ്റവും സമീപസ്ഥനായ മലക്ക് ആരാണ്? ഏറ്റവും സമീപസ്ഥനായ മലക്ക് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുപോലെ തന്നെ അവിടെ ചുറ്റുമുള്ള അർശിനെ വഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റുള്ള മലായികത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമും അതുപോലെ മീകായിൽ അലൈഹിസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാമും ഒക്കെ ഉണ്ട്. ഒരുപാട് മലക്കുകളുണ്ട്. അതല്ലാത്ത മറ്റു മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇബാദത്തിൽ ഒരു മടുപ്പും കാണിക്കാത്തവർ, എല്ലാ സമയത്തും അവർ എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെയുള്ള ആ മലക്കുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അവരുടെ ഇബാദത്ത് വലുതാണ്, വലിയ അടുപ്പമാണ്. പക്ഷേ അതുകൊണ്ട് എന്തായിട്ടില്ല? ശിർക്ക് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടില്ല. ഒരാളും ഒന്നും എത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി പോലും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ പങ്കു ചേർക്കാൻ അനുമതി ലഭിക്കപ്പെട്ട, തൃപ്തി ലഭിക്കപ്പെട്ട ഒരാളും തന്നെയില്ല. ശരി, فإن الله لا يرضى بأن يشرك معه ملك مقرب ولا نبي مرسل كمحمد صلى الله عليه وسلم وعيسى ونوح وإبراهيم وأولي العزم. അതിന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലെയാകട്ടെ, ഈസാ അലൈഹി ഇസ്ലാമിനെ പോലെയാകട്ടെ, നൂഹ് അലൈഹി ഇസ്ലാമിനെ പോലെയാകട്ടെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെയാകട്ടെ, ആരാണ് ഉലുൽ അസ്ം, അതുപോലെ തന്നെ മൂസ അലൈഹി ഇസ്ലാം ആകട്ടെ, ആരായാലും എന്തില്ല? പങ്കു ചേർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയില്ല. അതുപോലെ തന്നെ എത്ര നല്ല ആളായാലും, എത്ര വലിയ ഔലിയാക്കളിൽപ്പെട്ട ആളായാലും, എത്ര നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളായാലും, ഇവിടെ നബിയും റസൂലും അതുപോലെ തന്നെ മലക്കും പറ്റില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ എന്തായാലും പറ്റൂല. ബാക്കിയുള്ള ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ ശുഹദാക്കളോ സിദ്ദീഖീങ്ങളോ ഒക്കെ എന്താണ്? അവരുടെ താഴെ വരുന്നവരാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശുഫാക്കളായി, ശുപാർശകരായി വെക്കുന്ന ആളുകൾക്കുള്ള റദ്ദുകളാണ്, അവർക്കെതിരെയുള്ള മറുപടികളെയാണ്. അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്? ലിയഖർരിബുഹും ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. സുൽഫ എന്ന് പറഞ്ഞാൽ അടുപ്പം, സുൽഫൻ അടുപ്പം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അഹ്ലുൽ ജാഹിലിയത്തിലെ ആളുകൾ ഇങ്ങനെ പറയാറുള്ളത്, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു, മാ നഅബ്ദുഹും ഇല്ലാ ലിയഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാകുന്നു. മറിച്ച് അവർ എന്താണ് വിചാരിക്കുന്നത്? അവർ ഈ അടുപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഇവരുടെ ധാരണ എന്താണ്? അവരല്ല സൃഷ്ടിച്ചിട്ടുള്ളവർ, അവരല്ല റിസ്ക് നൽകുന്നവർ, അവരല്ല മരണത്തെയോ ജീവിതത്തെയോ അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെയോ ഉടമപ്പെടുത്തുന്നതും അവരല്ല. മറിച്ച് അവർ ആകെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരു മീഡിയേറ്റർ ആവുക, ഒരു ശുപാർശകനാവുക. ഇത് മാത്രമാണ് എന്ത് ചെയ്തത്? അവർ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്നതായിട്ടുള്ള ഇബാദത്തുകൾ, ആ ഇബാദത്തിൽ കുറച്ചൊക്കെ ഇവർക്കും നൽകുക. ഇവരുടെ അടുപ്പം കിട്ടണം, എന്നാലാണ് ഇവർ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുക. അപ്പം എന്താ ചെയ്യാനുള്ളത്? അള്ളാഹുവിൻ്റെ അടുപ്പം കിട്ടാൻ പൊതുവെ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനി മുതൽ എന്ത് ചെയ്യുക? കുറച്ച് വിഹിതം ആർക്കും കൊടുക്കുക? ഇവർക്കും കൊടുക്കുക. വലിയർത്തിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം. അപ്പം എന്താണ്? അവർക്ക്
അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുപ്പം കിട്ടാൻ ഒരാളെ കൂടെ വെക്കണമെന്ന് ആഗ്രഹമായി. അപ്പം എന്തായി, എന്നാൽ ബലി പിന്നെ ഇയാൾക്കും കൂടെ കൊടുക്കുക. അപ്പം അയാൾക്കും അടുപ്പായി. എന്തായി, അയാളാണെങ്കിൽ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ സുജൂദ്, ഈ ഖബറിനെ സുജൂദ് ചെയ്താൽ അയാൾ എന്ത് ചെയ്തോളും, അയാൾ എന്നെ അടുപ്പിച്ചോളും. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തതിൻ്റെ സുജൂദ് എന്ത് ചെയ്യുക, ഇയാൾക്കും കൂടെ കൊടുക്കുക. അപ്പം ഇയാൾ എന്ത് ചെയ്തോളും, ഇയാൾക്ക് നമ്മളെ തൃപ്തിയാവും. അങ്ങനെ അയാൾ നമ്മൾ അടുപ്പിച്ചോളും. അങ്ങനെ എന്താകട്ടെ, ദുആ, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തിരുന്ന ദുആ, ആ ദുആ ഇനി മുതൽ എന്ത് ചെയ്യുന്നു, എന്നെ വലിയനും കൂടെ കൊടുക്കുക, അയാളോടും കൂടെ പറയുക. അപ്പം അയാൾ എന്ത് ചെയ്തോളും, വിഷയം അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചോളും. ഒരു മീഡിയേറ്ററായി, ഷാഫിയായി, അതായത് ഈ ശുപാർശകനായിട്ടാണ് അവരെന്ത് ചെയ്തത്, അവർ ഇതിനെ വെച്ചത്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ശുപാർശകരാണ് ഇവർ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവരും പലരും വാദിക്കുന്നത്. ഇതിനുള്ള അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെതിരായിക്കൊണ്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്, ഇബാദത്തിൻ്റെ ഒരു ഇനവും, ഇബാദത്തിൻ്റെ പ്രത്യേക ഇനമായ ദുആവും ഒന്നും അല്ലാഹു സുബ്ഹാനഹു തആലക്കല്ലാതെ കൊടുക്കരുത് എന്ന് പറഞ്ഞ അതിനുള്ള തെളിവെന്താണ്, വദ്ദലീലു ഖൗലുഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മസ്ജിദുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളതാണ്. അതിനാൽ തന്നെ അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിളിച്ച് പ്രാർത്ഥിക്കരുത്. അൽ-അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ ഖാസിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഐ വഅന്നൽ മവാദിഅ അല്ലതി ബുനിയത് ലിസ്സലാത്തി വൽ ഇബാദത്തി വദിക്രില്ലാഹ് ഔ അഅദാഉ സുജൂദി ലില്ലാഹ്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആലക്കുള്ള നിസ്കാരത്തിനും ഇബാദത്തിനും അള്ളാഹുവിൻ്റെ സ്മരണക്കും വേണ്ടി പണിയപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, അത് മസ്ജിദുകൾ. ഒന്നുകിൽ അതാണ് മസാജിദ് എന്ന് പറഞ്ഞാൽ, ഒന്നെന്താണ്, ഇബാദത്തിന് വേണ്ടി പണിയപ്പെട്ടുള്ള സ്ഥലങ്ങൾ മസ്ജിദ്. അതല്ലെങ്കിൽ സുജൂദ് ചെയ്യാനുള്ള അവയവങ്ങൾ, സുജൂദ് ചെയ്യാനുള്ള അവയവങ്ങൾ മസ്ജിദുകൾ, സുജൂദ് ചെയ്യാനുള്ള അവയവങ്ങൾ ഇതിലൊന്നാണ്. എന്തായാലും അത് ആർക്കുള്ളതാണ്, അല്ലാഹു സുബ്ഹാനഹു തആലക്കുള്ളതാണ്. ഇനിയോ ഫലാ തഅബുദു, അതിനാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരാധിക്കരുത്, ദുആ ചെയ്യരുത്. ആരെ, അല്ലാഹു അല്ലാത്ത ഒരാളെയും അവൻ്റെ കൂടെ ദുആ ചെയ്യരുത്. നഹ്യുൻ ആമുൻ ലിജമീഇൽ ഖൽഖി അൽ ഇൻസി വൽ ജിന്നി ഫീഹാ ഔ ബിഹാ മഅല്ലാഹി അഹദ. അതായത് ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കുമുള്ള വിലക്കാണ്. അത് മനുഷ്യനാകട്ടെ ജിന്നാകട്ടെ, അവരെല്ലാവരും ഈ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആണ് ആരാധിക്കേണ്ടത്. വേറൊരാളെയും അവൻ്റെ കൂടെയുള്ള ഇബാദത്തിൽ പങ്കുചേർക്കാൻ പാടില്ല, ദുആയിൽ പങ്കുചേർക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിച്ചു. തയ്യിബ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇലാഹുന വല്ലാഹു തആല അലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.